വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU BTech 2024 സ്കീം ഗ്രൂപ്പ് എ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 2 പ്രോബ്ലം സെറ്റ് 1 ആണ്. ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം കേട്ടോ. കൺസ്ട്രക്റ്റ് എ ട്രൂത്ത് ടേബിൾ ഫോർ ഈച്ച് ഓഫ് ദീസ് കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ്. അപ്പോൾ ഈ കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് തന്നിട്ടുണ്ട്, ഇവരുടെ എല്ലാത്തിൻ്റെയും ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. എ എന്ന് പറയുന്നത് പി ആൻഡ് നെഗേഷൻ പി ആണ്. അപ്പോൾ നമ്മൾ പി എഴുതി. ഇവിടെ ഒരു പ്രൊപ്പോസിഷണൽ വേരിയബിൾ ഉള്ളൂ, അപ്പോൾ ട്രൂ ഓർ ഫോൾസ് അതാണ് അതിൻ്റെ ട്രൂത്ത് വാല്യൂസ് വരിക. അപ്പോൾ നെഗേഷൻ പി എന്ന് പറയുമ്പോൾ ട്രൂ ആണെങ്കിൽ ഫോൾസ് ആവും, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആവും. ആൻഡ് ഓപ്പറേറ്റർ അല്ല, ആൻഡ് കണക്റ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടും ട്രൂ ആയാലേ ട്രൂ ആവുള്ളൂ. ഒന്ന് ഫോൾസ് ആയാൽ ഫോൾസ് ആണ്, ഏതെങ്കിലും ഒന്ന് ഫോൾസ് ആയാൽ, രണ്ടും ട്രൂ ആയാൽ മാത്രമേ ട്രൂ ആവുള്ളൂ, ബാക്കി എല്ലാ കേസിലും ഫോൾസ് ആണ്. അപ്പോൾ ഇവിടെ ട്രൂ ഫോൾസ് ആണ്, അപ്പോൾ ഫോൾസ് വന്നു. ഫോൾസ് ട്രൂ ആണ്, അപ്പോൾ ഫോൾസ് വന്നു. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്തത് ബി ക്വസ്റ്റ്യൻ ഇതിൽ കാണാനില്ല, പക്ഷേ ഇതിൽ എന്താണ് ബി ക്വസ്റ്റ്യൻ എന്ന് പറയണത് പി ഓർ നെഗേഷൻ പി ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഒരു പ്രൊപ്പോസിഷണൽ വേരിയബിൾ ഉള്ളൂ. സോ പി ട്രൂ ഫോൾസും ആണ് അതിൻ്റെ വാല്യൂസ് ഉള്ളത്. അപ്പോൾ നെഗേഷൻ പി എന്ന് പറയുമ്പോൾ ട്രൂ ഫോൾസ് ആവും, ഫോൾസ് ട്രൂ ആവും. പി ഓർ നെഗേഷൻ പി ഓർ കണക്റ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടും ഫോൾസ് ആയാലേ ഫോൾസ് ആവുള്ളൂ, ബാക്കി എല്ലാ കേസിലും അത് ട്രൂ ആണ്. അപ്പോൾ ഇവിടെ ട്രൂ ഫോൾസ് വന്നപ്പോൾ ട്രൂ ഫോൾസ് വന്നപ്പോൾ ട്രൂ, ഫോൾസ് ട്രൂ വന്നപ്പോഴും ട്രൂ. ഇനി അടുത്ത ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് പി ഓർ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് ക്യൂ. ഇതിൻ്റെ ട്രൂത്ത് ടേബിളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പ്രൊപ്പോസിഷണൽ വേരിയബിൾ ഉണ്ട്, പിയും ക്യൂവും. അപ്പോൾ ഇവിടെ ട്രൂത്ത് വാല്യൂസ് എഴുതുന്നത് ആദ്യം പിക്ക് 2 ട്രൂ ഇട്ട് കൊടുക്കുക, പിന്നെ 2 ഫോൾസ് ഇടുക. ക്യൂക്ക് നമ്മൾ ഓൾട്ടർനേറ്റീവ്ലി ട്രൂ ഫോൾസ് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ നെഗേഷൻ ക്യൂ കാണാം. അപ്പോൾ ട്രൂ ഫോൾസ് ആയി, ഫോൾസ് ട്രൂ ആയി, അതങ്ങനെ മാറ്റി മാറ്റി എഴുതി. ഇനി പി ഓർ നെഗേഷൻ പി എന്ന് പറയുമ്പോൾ ഓർ കണക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും ഫോൾസ് ആയാലേ ഫോൾസ് ആവുള്ളൂ, ബാക്കി എല്ലാ കേസിലും എന്താണ് ട്രൂ ആണ്. അപ്പോൾ അതാ ട്രൂ ഫോൾസ് വന്നപ്പോൾ ട്രൂ ആണ്, ട്രൂ വന്നപ്പോൾ ട്രൂ ആണ്. ഫോൾസ് വരുമ്പോൾ മാത്രമാണ് ഇവിടെ ഫോൾസ് ആയത്, ബാക്കി എല്ലാത്തിലും ട്രൂ ആണ്. ഇനി നമുക്ക് ഇംപ്ലൈസ് ക്യൂ നോക്കാം. പി ഓർ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് ക്യൂവിൻ്റെ ട്രൂത്ത് വാല്യൂസ് നോക്കാം. അപ്പോൾ ഇതെപ്പോഴാണ് ഫോൾസ് ആവുന്നത് നോക്കാം. ഇതെപ്പോഴാണ് ഫോൾസ് ആവുക? ട്രൂവും ഫോൾസ് വന്നാലാണ് ഫോൾസ് ആവുക. ട്രൂവും ഫോൾസും ആണെങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പി ഓർ നെഗേഷൻ ക്യൂ എന്ന് പറയണ ഇവിടെ നോക്കിക്കോ. ഓക്കെ, നമുക്കിപ്പോൾ ഏതൊക്കെ കൺസിഡർ ചെയ്യണം? ഇത് ഇംപ്ലൈസ് ക്യൂ. ഓക്കെ, അപ്പോൾ ട്രൂ ഇംപ്ലൈസ് ട്രൂ ആണ്, പിന്നെ ട്രൂ ഇംപ്ലൈസ് ഫോൾസ് ആണ്. ഞാൻ പറഞ്ഞു ട്രൂ ഇംപ്ലൈസ് ഫോൾസ് ആണെങ്കിൽ ഫോൾസ്. പിന്നെ അടുത്തത് ട്രൂവും ഫോൾസ് വന്നാൽ ഫോൾസ് ആണ്. പിന്നെ അടുത്തത് എന്തായിരുന്നു? അടുത്തത് ഫോൾസ് ട്രൂ ആണ്, അത് ട്രൂ തന്നെയാണ്. ട്രൂവും ഫോൾസും, ട്രൂ ഫോൾസ് വന്നാൽ ഫോൾസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് പി ഓർ ക്യൂ ഇംപ്ലൈസ് പി ആൻഡ് ക്യൂ. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഇവിടെ 2 പ്രൊപ്പോസിഷണൽ വേരിയബിൾസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേപോലെ നമ്മൾ ട്രൂത്ത് വാല്യൂസ് എഴുതിയിട്ടുണ്ട്, പി ഓർ ക്യൂ എഴുതിയിട്ടുണ്ട്. പി ഓർ ക്യൂ എന്ന് പറയുമ്പോൾ രണ്ടും ഫോൾസ് ആയാലേ ഫോൾസ് ആവുള്ളൂ. രണ്ടും ഫോൾസ് ആയാലേ ഫോൾസ് ആവുള്ളൂ, ബാക്കി എല്ലാ കേസിലും ട്രൂ ആണ്. പി ആൻഡ് ക്യൂ ആണെങ്കിലോ രണ്ടും ട്രൂ ആയാലേ ട്രൂ ആവുള്ളൂ. രണ്ടും ട്രൂ ആയാലേ ട്രൂ ആവുള്ളൂ, ബാക്കി എല്ലാ കേസിലും അത് ഫോൾസ് ആണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഇനി പി ഓർ ക്യൂ നമുക്ക് ഏത് കൺസിഡർ ചെയ്യണം? ഇത് രണ്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ദിസ് ഇംപ്ലൈസ് ദിസ്. പി ഓർ ക്യൂ ഇംപ്ലൈസ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ട്രൂവും ഫോൾസും ആവുന്ന കേസിൽ മാത്രം എന്താണ്? ഫോൾസ് ആണ്. ബാക്കി ഇവിടെയും ട്രൂവും ഫോൾസും ആണ്. രണ്ടാമത്തെ കേസിലും ട്രൂവും ഫോൾസും ആണ്, ബാക്കി എല്ലാവിടെയും ട്രൂ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് പി ഇംപ്ലൈസ് ക്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. അപ്പോൾ നമുക്കിവിടെ 2 പ്രൊപ്പോസിഷണൽ വേരിയബിൾ ഉള്ളെങ്കിലും നമുക്ക് കുറേ കോളംസ് വരയ്ക്കാണ്ട് അല്ലേ? നെഗേഷൻ ക്യൂ കാണണം, നെഗേഷൻ പി കാണണം, പി ഇംപ്ലൈസ് ക്യൂ കാണണം, നെഗേഷൻ ക്യൂ കാണണം, നെഗേഷൻ പി കാണണം, ഇംപ്ലൈസ് നെഗേഷൻ പി കാണണം. അപ്പോൾ ആദ്യം നമുക്ക് ട്രൂത്ത് വാല്യൂസ് എല്ലാം എഴുതി.
പി ഇംപ്ലൈസ് ക്യൂ ഞാൻ പറഞ്ഞ പോലെ ട്രൂവും ഫോൾസും വരുന്നപ്പോൾ ഫോൾസാണ്, ബാക്കി എല്ലാത്തിലും ട്രൂ ആയിരിക്കും. പിന്നെ നെഗേഷൻ പി എഴുതി, നെഗേഷൻ ക്യൂ എഴുതി, നെഗേഷൻ പിയും എഴുതി. നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് പറയുമ്പോൾ ട്രൂവും ഫോൾസ് ആകുമ്പോൾ ഫോൾസായി, ബാക്കി എല്ലാ കേസിലും ട്രൂ ആണ്. ഇനി നമ്മൾ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ രണ്ടും ഫോൾസ് ആയാൽ, അതായത് ഇനിയിപ്പോൾ നമുക്ക് ഇത് രണ്ടെണ്ണമാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഇത് രണ്ടെണ്ണം അല്ല. ഓക്കെ, ഈ ഒരു കോളവും അതുപോലെ തന്നെ ഈ ഒരു കോളവും തമ്മിലുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ നോക്കാം. അപ്പോൾ ഇത് എപ്പോഴാണ് ട്രൂ ആവുക? രണ്ടും ട്രൂവും രണ്ടും ഫോൾസ് ആവുന്ന സമയത്ത് ഇത് ട്രൂ ആണ്. ബാക്കി രണ്ട് കേസിൽ അത് എന്താണ്? ഫോൾസ് ആണ്. രണ്ടും ട്രൂവും രണ്ടും ഫോൾസ് വരുന്നെങ്കിൽ നമുക്ക് ട്രൂ ആണ് വരിക. ട്രൂ, ഇവിടെയും ട്രൂ ആണ്, അപ്പോൾ ട്രൂ വന്നു. അടുത്തത് രണ്ട് ഫോൾസ് ആണ്, അപ്പോൾ രണ്ട് ഫോൾസ് ആണ്. അടുത്ത രണ്ടും ട്രൂ ആണ്, അപ്പോൾ ട്രൂ, രണ്ടും ട്രൂ ആണ്, ട്രൂ. ഓക്കെ, അപ്പോൾ ബൈ കണ്ടീഷണൽ മനസ്സിലായല്ലോ. ഇനി അടുത്തത് വന്നിട്ട് പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് പി ആണ്. നമുക്ക് രണ്ട് കോളം വേണം, ഒന്ന് പി ഇംപ്ലൈസ് ക്യൂവും പിന്നെ ഒന്ന് ക്യൂ ഇംപ്ലൈസ് പിയും. പിയും ക്യൂ എഴുതി. പി ഇംപ്ലൈസ് ക്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പി ട്രൂ ഫോൾസ് ആകുമ്പോൾ ഫോൾസ് ആവും. ഓക്കെ, ബാക്കി എല്ലാ കേസിലും ട്രൂ ആണ്. ഇനി ക്യൂ ഇംപ്ലൈസ് പി നോക്കാം. ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുമ്പോൾ ട്രൂ ഫോൾസ് ആകുമ്പോൾ ഫോൾസ് ആണ്, ബാക്കി എല്ലാ കേസിലും ട്രൂ ആണ്. ഓക്കെ, ഇനി ഇത് രണ്ട് ഇംപ്ലൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുമ്പോൾ ഇതെപ്പോഴാണ് ഫോൾസ് ആവുക? ട്രൂവും ഫോൾസ് ആകുമ്പോഴാണ് ഫോൾസ് ആവുക, ബാക്കി എല്ലാ കേസിലും എന്താണ്? ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അടുത്തൊരു ലോജിക്കൽ കണക്റ്റീവ് ഉള്ളത് വന്നിട്ടുണ്ട്, എക്സോർ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഓർ. ഓക്കെ, അപ്പോൾ നമുക്കിത് അത്യാവശ്യം വലിയൊരു ടേബിളാണ്, വലിയ ടേബിളല്ല, ഇതിലെല്ലാം കൂടി ഒന്നിച്ച് എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പിയും ക്യൂവും നമ്മൾ എഴുതിയിട്ടുണ്ട്. രണ്ട് പ്രൊപ്പോസിഷണൽ വേരിയബിൾസ് ഉള്ള പ്രോബ്ലംസ് ആണ് ഇത് മൊത്തവും. അപ്പോൾ ഇതിലാദ്യം എന്താണ്? പി ഓർ ക്യൂ ഇംപ്ലൈസ് പി എക്സോർ ക്യൂ ആണ്, പി എക്സോർ ക്യൂ. അപ്പം നമുക്കിവിടെ ആദ്യം പി ആൻഡ് ക്യൂവും പി ഓർ ക്യൂവിൻ്റെയും നമുക്കിവിടെ അറിയണ്ടേ? ഒരു മിനിറ്റ്, നമുക്ക് പി ഓർ ക്യൂ, പി ആൻഡ് ക്യൂ, പി എക്സ്ക്ലൂസീവ് ഓർ എക്സോർ എന്നും പറയാം, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഓർ എന്നും പറയാം ഈ പറഞ്ഞ സിമ്പലിനെ. ഓക്കെ, ഇതെപ്പോഴാണ് ട്രൂ ആവുക? ഫോൾസും ട്രൂ ആകുമ്പോഴും, അല്ല ട്രൂവും ഫോൾസ് ആകുമ്പോഴും, ഫോൾസും ട്രൂ ആകുമ്പോഴും എന്താണ്? ഇതിൻ്റെ വാല്യൂ ട്രൂ ആണ്, ബാക്കി രണ്ട് കേസിലും അത് ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആദ്യം പി ഓർ ക്യൂ ഒന്ന് കാണാം. പി ഓർ ക്യൂ, അതുപോലെ തന്നെ നമുക്ക് പിന്നെ ആവശ്യമുള്ള എന്തായിരുന്നു? പി ആൻഡ് ക്യൂ. പിന്നെ അതുപോലെ ആവശ്യമുള്ളതാണ് പി എക്സോർ ക്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അതിനനുസരിച്ച് ഇവിടെ എഴുതി പോകട്ടോ. താഴത്തെ ടേബിള് പി ക്യൂ ഉണ്ട്. ട്രൂ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, രണ്ട് ഫോൾസ് ആവുന്ന കേസ് മാത്രമാണ് പി ഓർ ക്യൂ ഫോൾസ് ആവുള്ളൂ. അപ്പോൾ താഴെ മാത്രം ഇതാണ്, താഴെ മാത്രം ഫോൾസ് എഫ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ട്രൂ ആണ്. ട്രൂ ഫോൾസ്. ഓക്കെ, ഇനി അടുത്തത് പി ആൻഡ് ക്യൂ നോക്കാം. പി ആൻഡ് ക്യൂ പറഞ്ഞാൽ രണ്ടും ട്രൂ ആകുമ്പോൾ മാത്രമേ ട്രൂ ആവുള്ളൂ, ബാക്കി എല്ലാ കേസിലും അത് എന്താണ്? ഫോൾസ് ആണ്. രണ്ടും ട്രൂ ആവുന്നത് ആദ്യത്തേലാണ്, അപ്പോൾ അവിടെ മാത്രം നമുക്ക് ട്രൂ ഇട്ടിട്ട് ബാക്കി എല്ലാവിടെയും ഫോൾസ് ആണ്. പിന്നെ അടുത്തത് വന്നിട്ട് എക്സോർ ആണ്. എക്സോർ എന്ന് പറഞ്ഞാൽ രണ്ട് ട്രൂവും രണ്ട് ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ ട്രൂത്ത് വാല്യൂ ഫോൾസ് ആണ്. അപ്പോൾ ഈ മേലെയും താഴെയാണ് രണ്ട് ട്രൂവും രണ്ട് ഫോൾസും, അപ്പോൾ നമുക്ക് അവിടെ രണ്ടവിടെയും ഫോൾസ് ആണ് വരിക. ട്രൂവോ ഫോൾസോ ട്രൂ വരുമ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ ട്രൂ തന്നെയാണ് വരിക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ടേബിൾ നോക്കാം. അപ്പോൾ ഈ ടേബിളിൽ ആദ്യം പി ഓർ ക്യൂ ഇംപ്ലൈസ് പി എക്സോർ ക്യൂ ആണ്, പി എക്സോർ ക്യൂ ആണ്. അപ്പോൾ നമ്മുടെ പി ഓർ ക്യൂ ഇവിടെ ഉണ്ട്, പി എക്സോർ ക്യൂ ഇവിടെ ഉണ്ട്. ഇംപ്ലൈസ് ആയതുകൊണ്ട് ട്രൂവും ഫോൾസും ഇവിടെ വരുന്നത്, അപ്പോൾ ആദ്യത്തെ ഫോൾസ് ആയിരിക്കും. പിന്നെ അടുത്തത് ഫോൾസ് വരുന്നത് എവിടെയുള്ളത്? പിന്നെ ഫോൾസ് വരുന്നത് ഇല്ല, അവിടെ മാത്രമേ ഫോൾസ് ഉള്ളൂ, ബാക്കിയെല്ലാം ട്രൂ ആണ്. കണ്ട,
ഓക്കെ, ഇതാ ഈ ഒരു ഇതിവിടെ ട്രൂവും ഇവിടെ ഫോൾസ് ആവും, അത് മാത്രമേ ഫോൾസ് ആവുന്നുള്ളൂ. ബാക്കി എല്ലാവിടെയും കുഴപ്പമില്ല, എല്ലാവിടെയും ട്രൂ ആണ് വരുന്നത്. ഇനി അടുത്തത് XOR Q. P XOR Q ഇംപ്ലൈസ് P ആൻഡ് Q ആണ്. P XOR Q എന്ന് പറയണത്, അപ്പോൾ ഇത് ഇംപ്ലൈസ് P ആൻഡ് Q, ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ട്രൂവും ഫോൾസും വരുന്നത്, ഇത് രണ്ടാമത്തേൽ ട്രൂവും ഫോൾസ് വരുന്നുണ്ട്, മൂന്നാമത്തേലും ട്രൂവും ഫോൾസും വരുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തേൽ 2 ഫോൾസ് വരും, ബാക്കി എല്ലാവിടെയും എന്താണ് ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് P or Q XOR P and Q. അപ്പോൾ P or Q ഇതായിട്ടുണ്ട്, P and Q ഇവിടെ ഉണ്ട്. ഇതിൻ്റെ XOR എടുക്കുമ്പോൾ 2 ട്രൂവും 2 ഫോൾസ് ആകുമ്പോൾ മാത്രം ഫോൾസ് ആണ്. അപ്പോൾ മേലെയും താഴെയും ഫോൾസ് ആണ്, ബാക്കി നടുവിൽ നമുക്ക് ട്രൂ ആണ് വരിക. ഇതാ അങ്ങനെ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് P if and only if Qവും ഓക്കെ, പിന്നെ നെഗേഷൻ P if and only if Qവും. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ അടുത്തത് അപ്പോൾ P if and only if Qൻ്റെ ഇവിടെ വരയ്ക്കണം അല്ലേ. അതുപോലെ നെഗേഷൻ P if and only if Q. ഓക്കെ, ഇനി നമുക്ക് ആൻഡ് ഒന്നും ആവശ്യമില്ലല്ലോ, അപ്പോൾ ബാക്കിയുള്ള ടേബിൾ നമുക്ക് വരയ്ക്കാം. ഇനി വേണ്ടത് P if and only if Q ആണ്. P if and only if Q. പിന്നെന്താ വേണ്ടത് നെഗേഷൻ P if and only if Q. ഓക്കെ, പിന്നെന്താ വേണ്ടത് P or XOR Q ആവശ്യമുണ്ടായിരുന്നു അല്ലേ, കുഴപ്പമില്ല, അത് നമുക്ക് അടുത്ത ഇതിൽ നമുക്ക് വരയ്ക്കാം. ഇതാദ്യം ഒന്ന് വരച്ച് നോക്കാം. P ഇംപ്ലൈസ് Q നമുക്കറിയാം, ഇഫ് ആൻഡ് ഓൺലി ഇഫ് Q എന്ന് പറയണത് നമുക്ക് 2 ട്രൂവും 2 ഫോൾസ് ആകുമ്പോൾ ട്രൂ ആണ്. അപ്പം നമുക്ക് മേലെയും താഴെയും ട്രൂ ആണ്, നടുവിൽ ഫോൾസ് ആണ്. ഓക്കെ, നെഗേഷൻ P if and only if Q എന്ന് പറയുമ്പോൾ നെഗേഷൻ P if and only if Q. നെഗേഷൻ P പറയുമ്പോൾ ട്രൂ ഫോൾസ് ആദ്യം വരും, ഫോൾസും Q എന്നല്ലേ Q. ഓക്കെ, ഇവിടെ ഒന്ന് എഴുതട്ടെ കേട്ടോ. ഇവിടെ ഫോൾസ്, ഇവിടെയും ഫോൾസ്, പിന്നെ ട്രൂ, പിന്നെ ട്രൂ. ഓക്കെ, അപ്പോൾ നെഗേഷൻ P ഇഫ് ആൻഡ് ഓൺലി ഇഫ് Q എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇഫ് ആൻഡ് ഓൺലി ഇഫ് 2 ട്രൂവും 2 ഫോൾസ് ആകുമ്പോൾ മാത്രമാണ് ഇതാവുള്ളൂ, എന്താണ് ട്രൂ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ കോളത്തിൽ 2 ഫോൾസ് ആണ്, അത് നമുക്കിപ്പോൾ ട്രൂ എഴുതാം. രണ്ടാമത് ട്രൂ ആണ്, പിന്നെ മൂന്നാമതും ട്രൂ ആണ്, കാരണം 2 ട്രൂ ആണ് വരുന്നത്. പിന്നെ ബാക്കി ഓക്കെ, അപ്പോൾ 2ഉം 3ഉം ട്രൂ ആണ്, മേലെയും താഴെയും ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് ഇനി ഒന്ന് നോക്കാം. അപ്പോൾ ഈ എന്തായിരുന്നു നമുക്ക് ഇവിടെ വേണ്ടത്, ഇതാണ് കൺസിഡർ ചെയ്യേണ്ടത്, XOR ആണ്. അപ്പോൾ XOR എന്ന് പറയുമ്പോൾ എന്താ വേണ്ടത് XOR എന്ന് പറയുമ്പോൾ 2 ട്രൂവും 2 ഫോൾസ് ആണെങ്കിൽ നമുക്ക് ഫോൾസാണ് വരിക. അപ്പോൾ 2 ട്രൂവും 2 ഫോൾസ് അങ്ങനെ ഇല്ല അല്ലേ, അങ്ങനെ വരുന്ന കേസില്ല. അപ്പോൾ മൊത്തം നമുക്ക് ട്രൂ ആണ് വാല്യൂ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലെന്താ വേണ്ടത്, ഓക്കെ അടുത്തത് മൊത്തം നമുക്ക് വരയ്ക്കാം. P XOR Qവും പിന്നെന്താ വേണ്ടത് P XOR നെഗേഷൻ Qവും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് P എന്ന് പറയണത്, അപ്പോൾ ഇവിടെ നെഗേഷൻ Q വേണം അല്ലേ. നെഗേഷൻ Q വേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതാണ് കേട്ടോ, നെഗേഷൻ Q എന്ന് പറയണത് ആദ്യം ഫോൾസ്, പിന്നെ ട്രൂ, പിന്നെ ഫോൾസ്, പിന്നെ ട്രൂ. ഓക്കെ, അപ്പോൾ നമുക്ക് P XOR Q എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ട്രൂവും 2 ഫോൾസ് ആകുമ്പോൾ ഫോൾസ് ആണ്. അപ്പോൾ മേലെയും താഴെയും ഫോൾസ് ആണ്, നടുവിൽ 2 ട്രൂ ആണ് അല്ലേ. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ് P XOR നെഗേഷൻ Q ആണ്. P എന്ന് പറയണത് ഇവിടെ നോക്കിയാൽ മതി, ഈ ലാസ്റ്റ് ഈ അറ്റത്തുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ P XOR നെഗേഷൻ Q ആണ്. അപ്പോൾ 2 ട്രൂ 2 ഫോൾസ് എവിടെ വരുന്നത് നോക്കി നോക്കാം. മൂന്നാമത് 2 ഫോൾസ് ആണ്, രണ്ടാമത് 2 ട്രൂ ആണ്. അപ്പോൾ അവിടെ നമുക്ക് 2 എന്തായിരിക്കും ഫോൾസ് ആയിരിക്കും, ബാക്കി 2 കേസിലും ട്രൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നടുവിൽ അയ്യോ ഒരു മിനിറ്റ്, 2 ട്രൂവും 2 ഫോൾസും രണ്ടാമതെയും മൂന്നാമതെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഫോൾസ്. ഓക്കെ, ഫോൾസ്, മേലെ ട്രൂവും
താഴെയും ട്രൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഇംപ്ലൈസ് കണ്ടീഷൻ നോക്കാം. അപ്പോൾ ട്രൂവും ഫോൾസും വരണവിടെ നമുക്ക് ഫോൾസ് ആയിരിക്കും. അപ്പോൾ ഇതാ ട്രൂ, രണ്ടാമതിൽ ട്രൂവും ഫോൾസും വരുന്നുണ്ട്, അപ്പോൾ രണ്ടാമത്തെ ഫോൾസാണ്. ഇനി മൂന്നാമതും ട്രൂവും ഫോൾസാണ്, അപ്പോൾ അതും ഫോൾസാണ്. ബാക്കി രണ്ടെണ്ണം ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, ഇനി ഈ ഒരു ടേബിളുണ്ട്, ഈ ടേബിളുണ്ടല്ലേ. ഓക്കെ, ഇത്രയും ടേബിളുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് 3 പ്രൊപ്പോസിഷണൽ വേരിയബിൾസ് ഉള്ള ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ്റെ ടേബിളാണ് നോക്കുന്നത്. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ, എക്സോർ ക്യൂ, എക്സോർ നെഗേഷൻ പി, ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ആർ ആണ്. അപ്പോൾ നമുക്ക് 3 വേരിയബിൾസ്, 3 പ്രൊപ്പോസിഷണൽ വേരിയബിൾ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വാല്യൂസ് എഴുതാൻ നോക്കാം. ആദ്യം 4 ട്രൂ എഴുതാം പിക്ക്, പിന്നെ 4 ഫോൾസ് എഴുതാം. പിന്നെ അതിന് ശേഷം 2 ട്രൂ 2 ഫോൾസ്, അങ്ങനെ പിന്നെ 2 ട്രൂ 2 ഫോൾസ്. അതുപോലെ ഇനി അടുത്തത് ട്രൂ ഫോൾസ് അങ്ങനെ എഴുതി പോവാം കേട്ടോ, ആറിൻ്റെ വാല്യൂ. ഇനി നമുക്ക് നെഗേഷൻ പി കണ്ടുപിടിച്ചു, അതുപോലെ നെഗേഷൻ ആറും കണ്ടുപിടിച്ചു. പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ട്രൂവും 2 ഫോൾസ് ആകുമ്പോൾ മാത്രം ട്രൂ ആണ്. അപ്പോൾ ട്രൂ ആവണത് ഏതൊക്കെയാണ്? 2 ട്രൂ, ഇവിടെ 2 ട്രൂ, പിന്നെ 2 ഫോൾസ്. അപ്പം മേലത്തെ 2 ലാസ്റ്റത്തെ 2 മാത്രം ട്രൂ ആണ്, ബാക്കി എല്ലാതും ഫോൾസ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് നെഗേഷൻ പി ഇംപ്ലൈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ആർ. സിമിലർലി നമുക്ക് ഇവിടെ 2 ട്രൂവും 2 ഫോൾസും വരുന്ന ഇവിടെ നമുക്ക് ട്രൂ ആണ്. അപ്പോൾ അങ്ങനെ നോക്കണത് ഏതൊക്കെയാണ് അങ്ങനെ വരുന്നത്? ഓക്കെ, 2 ഫോൾസ് വന്നിട്ടുണ്ട്, പിന്നെ 2 ട്രൂ വന്നിട്ടുണ്ട്, പിന്നെ 2 ട്രൂ വന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെയും പിന്നെ ലാസ്റ്റത്തെയും പിന്നെ ലാസ്റ്റിൻ്റെ കുറച്ച് മേലുള്ള രണ്ടാമത്തെയും കൂടി അവർക്ക് മാത്രം നമുക്ക് വാല്യൂസ് ട്രൂ ആണ്, ബാക്കിയെല്ലാം ഫോൾസ് ആണ്. ഇനി നമുക്ക് എക്സോർ എടുക്കാം. എക്സോർ പറഞ്ഞാൽ നമുക്ക് അറിയാം 2 ട്രൂവും 2 ഫോൾസും വരികയാണെങ്കിൽ ഫോൾസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവർ രണ്ടുപേരും ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 2 ട്രൂവും എന്ന് പറഞ്ഞാൽ 2 ട്രൂ. അപ്പോൾ ഇത് നമുക്ക് 2 ട്രൂ വരുമ്പോൾ ഫോൾസ് ആണ്. പിന്നെ അവിടെ 2 ഫോൾസ് വരുന്നുണ്ട് ഇവിടെ, പിന്നെ 2 ഫോൾസ് വരുന്നുണ്ട്, പിന്നെ കഴിഞ്ഞു. അപ്പം ഏറ്റവും ഫസ്റ്റത്തെയും പിന്നെ 4-മത്തെയും 5-മത്തെയും കോളത്തിൽ മാത്രം ഫോൾസ് ആണ്, ബാക്കി എല്ലാവരുടെയും ട്രൂ ആണ്. ലാസ്റ്റും ഫോൾസ് ആണ്, കാരണം 2 ട്രൂ വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡ് പോവാം. ഓക്കെ, ഇതിലും നമ്മൾ എല്ലാം കൂടി ഒപ്പം എഴുതിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം ഓരോന്നായിട്ട് അതിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. പി ഇംപ്ലൈസ് ക്യൂ ആണ്. അപ്പോൾ അതിൽ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നെഗേഷൻ ക്യൂ എഴുതി നോക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പി നെഗേഷൻ ക്യൂ ഇവിടെ എഴുതാം. നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ ഫോൾസ് ട്രൂ. ഓക്കെ, അപ്പോൾ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ എന്ന് പറയുന്നത് എപ്പോഴാണ് ഇതാവുക? പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ഇത് നോക്കിയാൽ മതി. ആദ്യം ഇത്, പിന്നെ ഇത് കൺസിഡർ ചെയ്യാം. അപ്പോൾ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ പറയുമ്പോൾ ട്രൂവും ഫോൾസ് ആകുമ്പോൾ ഫോൾസ് ആണ് വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ട്രൂ ആണ്, കുഴപ്പമില്ല. മൂന്നാമത് ഫോൾസും ആണ്, കുഴപ്പമില്ല. 4-മത് ഫോൾസും ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മാത്രം ഫോൾസ് ആണ്, ബാക്കി എല്ലാം ട്രൂ ആണ്. ഓക്കെ, ഇനി നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ആണ് നോക്കേണ്ടത്. നെഗേഷൻ പി ഒന്ന് എഴുതി നോക്കട്ടെ. ഫോൾസ് ട്രൂ. ഓക്കെ, അപ്പം നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫിൽ എന്ന് പറയുമ്പോൾ 2 ട്രൂ 2 ഫോൾസ് ആകുമ്പോഴേ ട്രൂ ആവുള്ളൂ. ഇതപ്പോൾ ഇവിടെ 2 നെഗേഷൻ പിയും നമുക്ക് ഇപ്പം നെഗേഷൻ പിയും ക്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് രണ്ടാമത്തേൽ 2 ഫോൾസും വരുന്നുണ്ട്, പിന്നെ മൂന്നാമത്തേൽ 2 ട്രൂ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2ഉം 3ഉം 2 ട്രൂ ആണ്, ബാക്കിയെല്ലാം ഫോൾസ് ആണ്. ഓക്കെ, നമുക്ക് ഇനി ഈ രണ്ടാമത്തെ കോളമാണ് നോക്കേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ വേണം, അതുപോലെ തന്നെ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ വേണം. അപ്പം ഞാൻ ഫസ്റ്റത്തെ കോളത്തിന് ഞാൻ ആദ്യത്തെ ഈ പറഞ്ഞ പി ഇംപ്ലൈസ് ക്യൂവിനെ 1ഉം പിന്നെ 2 ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ല, അതങ്ങനെ എഴുതാം, ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ സ്പേസിന് വേണ്ടിയിട്ട് അങ്ങനെ എഴുതുന്നുള്ളൂ. അപ്പം പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കേസിൽ എന്താണ്? പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, പിയും ക്യൂവും നോക്കിക്കേ. പി ട്രൂവും എഫ് ഫോൾസ്, ക്യൂ ഫോൾസ് ആകുമ്പോൾ മാത്രമേ ഫോൾസ്, ബാക്കി എല്ലാ കേസിലും ട്രൂ ആണ്. അപ്പോൾ രണ്ടാമത്തെ മാത്രം ഫോൾസ് ആണ്, ബാക്കി എല്ലാത്തിലും ട്രൂ ആണ്.
അപ്പോൾ ട്രൂ, ഫോൾസ്, ട്രൂ, പിന്നെന്താണ് ട്രൂ. ഓക്കെ, ഇനി ഇത് രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ ആണ്. സോ നമുക്ക് നെഗേഷൻ പി ഒന്ന് ഈ സൈഡിലൊന്ന് എഴുതാം. നെഗേഷൻ പി എന്ന് പറയുമ്പോൾ ഫോൾസ്, ഫോൾസ്, ട്രൂ, ട്രൂ ആണ്. അപ്പോൾ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രൂവും ഫോൾസ് വരുമ്പോൾ മാത്രമേ ഫോൾസ് ഉള്ളൂ. ലാസ്റ്റത്തെ നോക്കിക്കേ ട്രൂവും പിന്നെ നെഗേഷൻ പി ഇംപ്ലൈസ് ക്യൂ ആണ്. അപ്പോൾ നെഗേഷൻ പി ട്രൂവും ഫോൾസും വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് മാത്രം ഫോൾസ് ആണ്, ബാക്കി എല്ലാം ട്രൂ ആണ്. അപ്പം ട്രൂ, 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 ഫോൾസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആൻഡ് നോക്കണം. ആൻഡ് കണക്റ്റീവ് നോക്കണം, ലോജിക് കണക്റ്റീവ് നോക്കണം. അപ്പം ആൻഡ് പറയുമ്പോൾ 2 ട്രൂ ആകുമ്പോഴേ ട്രൂ ആവുള്ളൂ. പിന്നെ ആൻഡ് പറയുമ്പോൾ 2 ട്രൂ ആകുമ്പോഴേ ട്രൂ ആവുള്ളൂ, ബാക്കി എല്ലാ കേസിലും ഫോൾസ് ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ 2 ട്രൂ ആണ്, രണ്ടാമത്തെ കേസിൽ ഫോൾസും ട്രൂ ആണ്, മൂന്നാമത്തെ കേസിലും 2 ട്രൂ ആണ്, നാലാമത്തെ കേസിലും അല്ല. അപ്പോൾ അതെങ്ങനെ വരിക? ഓൾട്ടർനേറ്റീവ്ലി ട്രൂ, ഫോൾസ്, ട്രൂ, ഫോൾസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിൽ വേണ്ടത് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂവും നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ആണ്. നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ നമുക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ മാത്രം മതി. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് 1 ഇട്ടിട്ട് എഴുതുന്നുണ്ട്. ഇവിടെ ഓക്കെ, ഇവിടെ എഴുതാം. പിന്നെ നമുക്ക് മേലെ നോക്കി എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുന്നത് 2 ട്രൂവും 2 ഫോൾസ് ആകുമ്പോൾ മാത്രമാണ് ട്രൂ ആവുന്നത്. അപ്പം ആദ്യത്തേലും ലാസ്റ്റത്തേലും മാത്രമാണ് ട്രൂ ആവുന്നത്, ബാക്കിയെല്ലാം ഫോൾസ് ആണ്. അപ്പോൾ ഞാനിവിടെ എഴുതാട്ടെ. ട്രൂ, പിന്നെ ഫോൾസ്, ഫോൾസ്, പിന്നെ ട്രൂ. ഓക്കെ, അപ്പോൾ ഇനി 1 ഇംപ്ലൈസ് 2. ഓക്കെ, ഈ 2 കോളം നമുക്ക് നോക്കാം. ഇംപ്ലൈസ് അല്ല, സോറി, ആൻഡ് ആണ് അല്ലേ വേണ്ടത്? അല്ല, ഓർ പറയുമ്പോൾ 2ഉം ഫോൾസ് ആയാൽ മാത്രമേ ഫോൾസ് ആവുള്ളൂ, ബാക്കി എല്ലാ കേസിലും ട്രൂ ആണ്. അപ്പോൾ ട്രൂ ഫോൾസ് ട്രൂ ആണ്, ഫോൾസ് ട്രൂ ട്രൂ ആണ്, ഫോൾസ് ട്രൂ ട്രൂ ആണ്, ട്രൂ ഫോൾസ്. അപ്പോൾ എല്ലാതും ഇത് ട്രൂ ആണ് അല്ലേ? അപ്പോൾ അതാണ് ഇതങ്ങനെ ഇവിടെ ട്രൂ വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനെ 2 ഫോൾസ് കേസ് ഇല്ല, എല്ലാതും രണ്ടും ട്രൂവോ ഫോൾസോ അല്ലെങ്കിൽ ഫോൾസോ ട്രൂവോ വന്നിരിക്കുന്നത്. ഇനി അടുത്തതിൽ നമുക്ക് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ വേണമായിരുന്നു, അത് കളയണ്ടായിരുന്നു അല്ലേ? ശരി, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ക്യൂ ആണ് വേണ്ടത്. നെഗേഷൻ പിയും നെഗേഷൻ ക്യൂ ഒന്നും ഞാൻ ഇവിടെ എഴുതിക്കോട്ടെ. ഫോൾസ്, ആദ്യം പീൻ്റെ എഴുതാം. ഫോൾസ്, ഫോൾസ്, ട്രൂ, ട്രൂ. പിന്നെ മറ്റേത് എഴുതുകയാണെങ്കിൽ ആദ്യം പി നെഗേഷൻ ക്യൂ ആണെങ്കിൽ ഫോൾസ്, ട്രൂ, ഫോൾസ്, ട്രൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? നെഗേഷൻ പി ആദ്യത്തെ നമുക്ക് എഴുതാം. നെഗേഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് നെഗേഷൻ ക്യൂ ആണ്. അതായത് 2 ഫോൾസും 2 ട്രൂ ആണ് കേസ് മാത്രം ട്രൂ ആണ്. അപ്പോൾ ആദ്യത്തെയും ലാസ്റ്റത്തെയും ട്രൂ ആണ്, ബാക്കിയൊക്കെ ഫോൾസ് ആണ്. ഫോൾസ്, ഫോൾസ്, ട്രൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ആണ്. അപ്പോൾ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ നമുക്ക് രണ്ടാമതായിട്ട് എഴുതാം. അപ്പോൾ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുമ്പോൾ 2 ട്രൂ ആകുമ്പോൾ ഓക്കെ, അപ്പോൾ അതും നമുക്ക് സെയിം തന്നെയാണല്ലോ വരിക. ആദ്യത്തെ 2 ട്രൂ തന്നെയാണ്, ലാസ്റ്റത്തെയും 2 അങ്ങനെയാണ് വരുന്നത്. ആദ്യത്തെയും ലാസ്റ്റത്തെയും നമുക്ക് ട്രൂ ആണ് വരിക, ബാക്കിയൊക്കെ ഫോൾസ് ആണ് വരിക. സെയിം അതേ തന്നെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, ഇനി എന്താണ് ഇതിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് നോക്കണം. അപ്പം ഇതിലെല്ലാം നമുക്ക് ട്രൂ ആണ് വരുന്നത് അല്ലേ? കാരണം 2 ട്രൂ, 2 ഫോൾസ്, 2 ഫോൾസ്, 2 ട്രൂ. അപ്പോൾ എല്ലാതും നമുക്ക് ട്രൂ വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ട്രൂ ടേബിള്. ഇനി അടുത്തത് ഇവിടെ നമുക്ക് 4 വേരിയബിൾസ് ഉണ്ട്. 4 വേരിയബിൾസ് ഉള്ള സമയത്ത് നമുക്ക് ട്രൂത്ത് വാല്യൂസ് എങ്ങനെ എഴുതാൻ നോക്കാം കേട്ടോ. 4 ട്രൂത്ത് വാല്യൂസ് വരുന്ന സമയത്ത് നമ്മളിവിടെ 8 എണ്ണം എടുക്കണം. ആദ്യം 8 ട്രൂ നമുക്ക് പീൻ്റെ താഴെ എഴുതണം, പിന്നെ 8 ട്രൂ ഫോൾസ് എഴുതണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് 4 ട്രൂ 4 ഫോൾസ്, 4 ട്രൂ 4 ഫോൾസ്, പിന്നെ 6 എന്ന് പറയുമ്പോൾ 2 ട്രൂ 2 ഫോൾസ്, 2 ട്രൂ 2 ഫോൾസ് അങ്ങനെ എഴുതണം. പിന്നെ എസ് പറയുമ്പോൾ ട്രൂ ഫോൾസ് അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ട്രൂ 2 ഫോൾസ് ആകുമ്പോൾ മാത്രമാണ് ട്രൂ ആവുക. അപ്പോൾ അങ്ങനത്തെ കേസ് പറയുമ്പോൾ ഇവിടെ 2 ട്രൂ ആണ്, ഇവിടെ 2 ട്രൂ ആണ്, ഇവിടെ 2 ട്രൂ ആണ്, ഇവിടെ 2 ട്രൂ ആണ്. അപ്പോൾ ആദ്യത്തെ 4 ട്രൂ ആണ്, പിന്നെ അടുത്ത 4 ഫോൾസ് ആണ്, കാരണം മിക്സഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് മാത്രമാണ് ട്രൂ വരുന്നത്. ലാസ്റ്റ് 4 ആദ്യത്തെ 4
നമുക്ക് ട്രൂ ആയിട്ട് വരും, ബാക്കിയെല്ലാം ഫോൾസ് ആണ്. ഇനി ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് യെസ് നോക്കുകയാണെങ്കിലും നമുക്കതിനനുസരിച്ച് മാറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇനി ഇവർ രണ്ടുപേരുടെയും ബൈ കണ്ടീഷണൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈ കണ്ടീഷണൽ ലോജിക്കൽ കണക്റ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 ട്രൂ എന്നത് അവിടെ ഉണ്ട്, അപ്പോൾ ട്രൂ ആയി. പിന്നെ ട്രൂ ഫോൾസ് ആണ് ഫോൾസ്, പിന്നെയും ട്രൂ ഫോൾസ് ആണ്. നമുക്ക് ആദ്യം എല്ലാ ട്രൂ ഉള്ളവിടെ മാത്രം ഡോട്ട് ഇടാം അല്ലേ. ഇവിടെ 2 ട്രൂ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ 2 ഫോൾസ് ഉണ്ട്, ഇവിടെ 2 ഫോൾസ് ഉണ്ട്, പിന്നെ ഇവിടെ 2 ഫോൾസ് ഉണ്ട്, ഇവിടെ 2 ഫോൾസ് ഉണ്ട്, പിന്നെ ഇവിടെ 2 ട്രൂ ഉണ്ട്, പിന്നെ ലാസ്റ്റ് ട്രൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ മാത്രം ട്രൂ ആണ്, ബാക്കി എല്ലാവിടെയും ഫോൾസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ ലോജിക്കൽ കണക്റ്റീവ് കൺസ്ട്രക്റ്റ് ചെയ്യണ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കണു. അപ്പോൾ എന്തെങ്കിലും ലോജിക്കൽ ടേബിൾ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ, അതായത് ട്രൂ ടേബിൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രൂ ടേബിൾ കൺസ്ട്രക്റ്റ് ചെയ്യണതിന് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് പറയും. ഓക്കെ, താങ്ക് യു.